ഞാൻ ജനിക്കുന്ന സമയത്ത് അച്ഛന് സ്വന്തം വീടില്ല. അവർ താമസിച്ചുകൊണ്ടിരുന്ന വീട് ജപ്തിയൊക്കെ ആയിട്ട് അതിൻ്റെ ഇൻഫ്ലുവൻസിലാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനമൊക്കെ വന്നത്. ഭയങ്കര ബിലീഫാണ് അച്ഛനൊന്നും പറ്റില്ല എന്നുള്ളത്. അമ്മ അപ്പം നേഴ്സുമാരെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അമ്പലത്തിലോട്ടൊക്കെ ഞാനൊരു 17 ആയപ്പോൾ തൊട്ട് ഫിലിം മേക്കിംഗ് ആണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ആലോചനയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആക്ടേഴ്സിന് അത്രത്തോളം സിനിമകൾ ആവശ്യമുണ്ടോ അതിനേക്കാളും നമുക്ക് ആവശ്യമാണ് നമ്മുടെ സിനിമയിൽ കറക്റ്റായിട്ടുള്ള കാസ്റ്റ് വരിക എന്നുള്ളത്. കാരണം വൺ മിസ്കാസ്റ്റ് ആൻഡ് ദാറ്റ് സീൻ ഇസ് ഗോൺ ഫോർ എ ടോസ്. ഇന്നത്തെ ഗസ്റ്റ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമായിട്ട് ഞാൻ വിനീതുമായിട്ട് ഈ ഒരു കോൺവെർസേഷൻ നടത്തണമെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലല്ലോ, സോ ഐ എം നോട്ട് ഗിവിംഗ് യു എനി കൈൻഡ് ഓഫ് എൻ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഐ എം സോ ഹാപ്പി ആൻഡ് സോ ത്രിൽഡ് ടു ഹാവ് യു ഹിയർ വിനീത്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. വിനീത്, ലെറ്റ് മി ജസ്റ്റ് ഗെറ്റ് റൈറ്റ് ടു ദ പോയിന്റ്. ഒരു സ്ട്രക്ചർഡ് കോൺവെർസേഷൻ ആയിരിക്കില്ല വിനീത് ഇത്, ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ബി ആസ് റാൻഡം ആസ് ഇറ്റ് ഗെറ്റ്സ്. ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് വിനീതിൻ്റെ അച്ഛൻ്റെ ഒരു വീഡിയോ കണ്ടു, ലാലേട്ടൻ്റെ സ്റ്റേജിലേക്ക് വരുന്നതും. അപ്പോൾ വിനീതിൻ്റെ അച്ഛൻ്റെ മുഖത്തൊരു ചിരി കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് വിനീത്, വാട്ട് വാസ് ദാറ്റ് സ്മൈൽ ഓൾ അബൌട്ട്? അച്ഛനോട് ചോദിച്ചിരുന്നോ? ഞാൻ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ അച്ഛനെ കാണുന്നത്. എനിക്ക് തോന്നുന്നു മഴവില്ലിൻ്റെ ഷൂട്ട് നടന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ചെന്നൈയിൽ നിന്ന് വീട്ടിൽ വരുന്നത്. അന്ന് രാത്രി. അപ്പോൾ അവിടുന്ന് മനോരമയിലുള്ള ആൾക്കാരും പിന്നെ നമ്മുടെ സിനിമയിലുള്ള നമുക്കറിയുന്ന നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറഞ്ഞു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ലാലങ്കൾ അച്ഛനെ കിസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ സുചി ആൻറ്റി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുചി ആൻറ്റിയുടെ അടുത്ത് ലാലങ്കൾ പറഞ്ഞു എന്ന് പറഞ്ഞു. ശ്രീനി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞാൻ പെട്ടെന്ന് അങ്ങ് ഉമ്മ കൊടുത്തു എന്നൊക്കെ. അപ്പോൾ ലാലങ്കളും ഭയങ്കര ഇമോഷണലായിട്ട് സുചി ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു. സുചി ആൻറ്റി അത് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഈ കഥ കേട്ടിട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് രാത്രി അച്ഛനോട് ചോദിച്ചു, അപ്പോൾ അച്ഛൻ എന്താ തോന്നിയെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും വർഷം ജോലി ചെയ്തുകൊണ്ടിരുന്ന കുറേ ആളുകളുടെ ഇടയിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളുന്നൊരു ഭയങ്കര സന്തോഷം തോന്നി എന്ന് പറഞ്ഞു. അത് ഇവരുടെ വേൾഡ് ഇതാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം അച്ഛന് ജൈവകൃഷി ഇഷ്ടമാണ്, അതാണ് ഇതാണ്, അതിൻ്റെ വഴി കൂടെയൊക്കെ പോകും. ബട്ട് ഹിസ് ഹാർട്ട് ഇസ് വെയർ സിനിമൈസ്. അപ്പോൾ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ എത്തിയപ്പോഴേക്കും കൂടെയുള്ള ആൾക്കാരും എല്ലാവരും ഭയങ്കരമായിട്ട് അവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്തു അച്ഛനെ. അപ്പോൾ അച്ഛന് ഭയങ്കര അതിനുശേഷം ഭയങ്കര ഒരു ഊർജ്ജം ഉണ്ടായിരുന്നു വീട്ടിലെത്തിയിട്ടാണെങ്കിലും. വിനീത്, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കുട്ടിക്കാലത്ത് അച്ഛൻ്റെ അല്ലെങ്കിൽ അച്ഛൻ ചെയ്ത ഏതെങ്കിലും രീതിയിൽ ഭാഗമായിട്ടുള്ള ഒരു സിനിമ അത് കണ്ടിട്ട് വളരെയധികം ഇംപ്രസ്ഡ് ആയിട്ട് ഓവർജോയ്ഡ് ആയിട്ട് അച്ഛനോടൊരു കോൺവെർസേഷൻ നടത്തുന്നതിൻ്റെ ഏർലിയസ്റ്റ് മെമ്മറി ഉണ്ടോ വിനീതിന്? എനിക്ക് നേരിട്ട് ചോദിക്കുന്നതിനേക്കാളും ഞങ്ങളുടെ നാട്ടിൽ പൂക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വളർന്നേക്കുക. അതായത് ഞാൻ ജനിക്കുന്നത് തൊക്കിലങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. കൂത്തുപറമ്പിനടുത്താണ്. കൂത്തുപറമ്പിന് 2 കിലോമീറ്റർ അപ്പുറത്താണ് തൊക്കിലങ്ങാടി. കൂത്തുപറമ്പിന് 2 കിലോമീറ്റർ ഇപ്പുറത്താണ് പൂക്കോട്. അപ്പോൾ ഞാൻ ജനിക്കുന്ന സമയത്ത് അച്ഛന് സ്വന്തം വീടില്ല. അപ്പോൾ അവർ താമസിച്ചുകൊണ്ടിരുന്ന വീട് ജപ്തിയൊക്കെ ആയിട്ട് അതിൻ്റെ ഇൻഫ്ലുവൻസിലാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനമൊക്കെ വന്നത്. അപ്പോൾ അവിടുന്ന് 1984 ഞാൻ ജനിച്ചിട്ട് 4-5 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പൂക്കോട് വീട്ടിലേക്ക് മാറുന്നത്. പൂക്കോട് വീട് തൊട്ടിട്ടുള്ള മെമ്മറീസ് എനിക്ക് കുറച്ചുകൂടെ ഉണ്ട്. തൊക്കിലങ്ങാടിയിൽ എനിക്ക് ചില കാര്യങ്ങൾ തീരെ ചെറുതാണല്ലോ, എനിക്ക് അധികം ഓർമ്മയിലില്ല. അപ്പോൾ അവിടെയുള്ള സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഡൈനിങ് ഏരിയ ഉണ്ട്. അവിടെ ഒരു റൗണ്ട് ടേബിൾ ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ദിവാകരേട്ടൻ, രാഘവേട്ടൻ എന്നൊക്കെ, കുമാരൻ മാഷ്, ഇങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും വരും. അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഒരു ബറ്റാലിയൻ ഉണ്ടാവും വീട്ടിലെപ്പോഴും. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഫുൾ ടൈം ജോലിയാണ്. ഞങ്ങളുടെ കൂടെ ഒരു അരുണേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അരുണേച്ചിക്കൊക്കെ ഫുൾ ടൈം ഇവർക്ക് ഇങ്ങനെ ഒരു സൈന്യം ഉണ്ടാവും ശരിക്കും വീട്ടിൽ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ടേബിളിൻ്റെ ചുറ്റും ഇരുന്നിട്ട് റമ്മി കളിക്കും. അപ്പോൾ ഈ റമ്മി കളിയുടെ ഇടയിൽ ഞാൻ അച്ഛൻ്റെ പിൽക്കാലത്ത് വന്നിട്ടുള്ള കുറേ സിനിമകളുടെ സബ്ജക്റ്റ് കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ശ്രീനി അടുത്ത് എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുമാരൻ മാഷ് എപ്പോഴും ബീഡി മാത്രമേ വലിക്കുകയുള്ളൂ. 80s 90s ഉള്ള ഫാദേഴ്സിൻ്റെ കയ്യിലൊക്കെ സിഗരറ്റ് ഉണ്ടാവും. അവർ കുട്ടികളുടെ മുമ്പിൽ നിന്ന് വലിക്കാണ്ടിരിക്കുകയൊന്നുമില്ല. ആ ഒരു
കോൺഷ്യസ്നെസ് ഇല്ല. അപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും സിഗരറ്റ് വലി ഉണ്ടാവും. അപ്പോൾ ഇവർ കുമാരമാഷൊക്കെ ബീഡിയൊക്കെ വലിച്ച് ഇങ്ങനെ ശ്രീനി അടുത്ത പടത്തിൻ്റെ എന്താ ഇതിൻ്റെ അടുത്ത സിനിമേൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അപ്പം ഞാൻ ഈ ചിന്താവിഷ്ടയ ശ്യാമളയുടെ കഥയൊക്കെ അച്ഛൻ ഷൂട്ട് ചെയ്യുന്നതിന് 2 വർഷം മുമ്പൊക്കെ ഇവരുടെ അടുത്ത് ഇങ്ങനെ റമ്മി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ 6ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് ഞാൻ അതിൻ്റെ സബ്ജക്റ്റ് കേട്ടത്. ഞാനത് വിഷ്വലൈസ് ചെയ്യാണ് വിനീത് എപ്പോഴാണ് ഡയറക്റ്റ്ലി അച്ഛനോട് ഇരുന്നിട്ട് ഒരു കോൺവെർസേഷൻ സ്ട്രൈക്ക് ചെയ്ത്? ആദ്യം നമ്മൾ എൻ്റെ ഓർമ്മയിൽ ആദ്യം എൻ്റെ അടുത്ത് പറയുന്ന സബ്ജക്റ്റ് മറവത്തൂർ കനവിൻ്റെ. അപ്പോൾ എനിക്ക് അച്ഛൻ 555 വലിച്ചുകൊണ്ടിരുന്ന സമയമാണ്. എനിക്ക് ഓരോ കാലത്ത് അച്ഛൻ വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് ഏതാണെന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ മറവത്തൂർ കനവിൻ്റെ കഥ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സ്മോക്ക് ചെയ്തിട്ട് ആണ് തുടങ്ങുക. ഈ സാധനം ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റർ പോലെയാണ്. അതിൻ്റെ കഥ എന്ന് പറയുമ്പോൾ എന്നിട്ട് ഇത് വെച്ച് വലിച്ച് ഒരു പഫ് എടുത്തതിന് ശേഷമാണ് തുടങ്ങുക. അപ്പോൾ എന്നിട്ട് മറവത്തൂർ കനവിൻ്റെ ഫുൾ കഥ എനിക്കിങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാനിങ്ങനെ കേട്ടപ്പോൾ അച്ഛൻ സ്ഥിരം ചെയ്യുന്ന സിനിമയുടെ ഒരു സ്വഭാവം ഇല്ലാത്ത തമിഴ്നാട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള മമ്മൂട്ടി ഞങ്ങൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നു, അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അത് രസമുണ്ടായിരുന്നു അന്ന് കേൾക്കുമ്പോൾ. അച്ഛൻ ഭയങ്കര രസമായിട്ട് കഥ പറയും. ഐ എം ഷുവർ. എനിക്ക് അദ്ദേഹം വളരെ ഇത്രയും അധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഇത്രയും അധികം അച്ചീവ്മെൻറ്റ്സ് ഉള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു ഷാഡോയിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറയുന്നത് ആൻഡ് ടു കാവ് യുവർ ഓൺ, അതൊരു ഈസി ടാസ്ക് അല്ല വിനീത്. ആൻഡ് വിനീതിനെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ പോലെ തോന്നും നമുക്ക് കാണുമ്പോൾ. പക്ഷെ വിനീതിന് അത്രയും ഈസി ആയിരുന്നു ടു മേക്ക് യുവർ ഓൺ സ്പേസ്? ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഞാനൊരുമാതിരി കുതിര പോലെയായിരുന്നു. എനിക്കൊരു സാധനം വേണമായിരുന്നു, ഞാൻ അതിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ അതിൽ കൂടുതൽ ആലോചിച്ചിട്ടില്ല. ഞാൻ ആലോചിച്ച സമയങ്ങളുണ്ടായിരുന്നു. ഒന്ന് മലർവാടി ഞാൻ എഴുത്ത് തുടങ്ങിയിട്ട് ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ട് അച്ഛനെ ഞാൻ വായിക്കാൻ കൊടുത്തിട്ട് അച്ഛന് ഒട്ടും ഇഷ്ടമായില്ല. അപ്പോൾ ഫുള്ള് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഒന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. ദേഷ്യം തോന്നിയില്ല? ദേഷ്യം തോന്നില്ല, എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ തോന്നി. അതായത് ഭയങ്കര റോഡ് ബ്ലോക്ക് ഉണ്ടാവുമല്ലോ. ഇതാണ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഞാനൊരു 17 ആയപ്പോൾ തൊട്ട് മെല്ലെ ഫിലിം മേക്കിംഗ് ആണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ആലോചനയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തൊട്ട് ഈ ക്ലാസിക്സ് കാണുകയും മലയാളത്തിൽ വരുന്ന സിനിമേനെ കുറ്റം പറയുക, എല്ലാവരും ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തോന്നുമല്ലോ നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുമല്ലോ. പക്ഷേ നമ്മൾ ഇറങ്ങി ചെയ്യുമ്പോഴാണ് ഇനിയും കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് എടുത്തടിച്ച പോലെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താ ഇനി ചെയ്യുക, അപ്പോൾ ഞാൻ ഇത്രയും കാലം വിചാരിച്ച കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതൊരു 5-6 മാസം ഒരു അല്ല അങ്ങനെയല്ല, ഒരു സെൽഫ് ഡിസ്കവറി പോലെയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഫോഴ്സ് ചെയ്താൽ വരുന്ന ഒരു സാധനമല്ല. എഴുത്തെന്ന് പറയുന്നത് നമ്മളങ്ങനെ ഇരുന്ന് തല്ലിപ്പഴിപ്പിച്ച് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി എഴുത്തങ്ങ് നിർത്തിയിട്ട് ഞാൻ വായിക്കാൻ തുടങ്ങി, കുറേ വായിക്കാൻ തുടങ്ങി. അപ്പോൾ മുകുന്ദൻ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഓഥറാണ്. അപ്പോൾ മുകുന്ദേട്ടൻ്റെ കുറേ പുസ്തകങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ നാട്ടുകാരനും കൂടിയാണ്, അതാണ് ഞാൻ മുകുന്ദേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇങ്ങനെ മാറി വായിക്കാൻ തുടങ്ങി. അതിൽ റഷ്യ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ഒരു കൃതി ഉണ്ടായിരുന്നു, ഷോർട്ട് സ്റ്റോറി. അപ്പം അത് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു സാധനം സ്ട്രൈക്ക് ചെയ്തു. പിന്നെയാണ് ഞാൻ വീണ്ടും എഴുതാൻ തുടങ്ങിയത്. ഒരു ഇൻസ്പിറേഷൻ, ഒരു തെളിച്ചം കിട്ടി. അതിനുശേഷം പിന്നെ മെല്ലെ എഴുത്തങ്ങ് തുടങ്ങി. എനിക്ക് ഭയങ്കര റോഡ് ബ്ലോക്ക് ഉണ്ടായ ഒരു ടൈം അതായിരുന്നു 2009. അതിനു മുമ്പൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ഞാനിങ്ങനെ പാട്ടാണെങ്കിലും ബാക്കി എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയിരുന്നു. ഞങ്ങളുടെ ആൽബംസും ഇതായിരുന്നു. 2009 ആയിരുന്നു എനിക്ക് റോഡ് ബ്ലോക്ക്. ആ സമയത്ത് റോഷൻ ആൻഡ്രൂസ് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഭയങ്കരമായിട്ട് ഓർത്തിരിക്കുന്നൊരു കാര്യം. അത് ഒരു ദിവസം ഇങ്ങനെ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, എടാ നീയാണോ നിൻ്റെ സിനിമ എഴുതുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ റോഷൻ ചേട്ടാന്ന് പറഞ്ഞു. നീ എത്ര സമയം വേണമെങ്കിലും എടുത്തോ, നീ തന്നെ എഴുതിയാൽ മതി, കാരണം നിനക്ക് ലോകത്തുള്ള എല്ലാ ക്ഷമയും അതിന് ശേഷം കിട്ടും. ആൻഡ് ഇഫ് യു ഹാവ് പേഷ്യൻസ് നിനക്ക് പോകാൻ പറ്റുന്നതിന് ലിമിറ്റ്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊന്നും പറ്റാത്തത് അതാ, എനിക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റില്ല, എനിക്കതിനുള്ള പേഷ്യൻസ് ഇല്ല. നിനക്കതിനുള്ള പേഷ്യൻസ് കിട്ടിയാൽ നിനക്ക് പിന്നെ എത്ര വേണമെങ്കിലും മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു.
അത് ഐ ഓൾവേസ് റിമെമ്പർ ദാറ്റ്. ആൻഡ് യു ഹാവ് ഗോൺ സോ ഫാർ എഹെഡ്. അങ്ങനെയല്ല, അങ്ങനെ നോ സീരിയസ്ലി വിനീത്, നമ്മൾ ഈ അച്ഛനമ്മമാരുടെ കാര്യമൊക്കെ പറയുമ്പോഴില്ലേ, നമ്മൾ കുട്ടിക്കാലത്ത് എപ്പോഴും ഒരു പെഡസ്റ്റലിലാണ്. ശ്രുതി ഈ ഇടയ്ക്ക് ഷോയിൽ പറഞ്ഞ കാര്യമാണ്, നമ്മൾ അവരെ ഒരു പെഡസ്റ്റലിൽ വെച്ചിട്ടാണ് കാണുന്നത്. ആൻഡ് ആസ് യു ഗ്രോ അപ്പ് ആൻഡ് ആസ് യു ബിക്കം എൻ അഡൾട്ട് യുവർ സെൽഫ്, പിന്നെ ഏറ്റവും വലിയൊരു ചേഞ്ച് വരുന്ന ട്രാൻസിഷൻ വരുന്ന പേരൻറ്ഹുഡിലാണ്. നമ്മൾ പേരൻസ് ആകുമ്പോൾ നമ്മൾ അവരെ കാണുന്ന രീതി, അവരോട് ഇടപെടുന്ന രീതി, ആ ഒരു പിക്ചർ, ആ ലെൻസ് അങ്ങ് ചേഞ്ച് ആവുകയാണ്. How has that relationship changed and evolved for you, especially with your parents? പണ്ട് ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നത്, എനിക്കറിയാലോ. അപ്പോൾ ഞാൻ ചെന്നൈയിൽ നിന്ന് എറണാകുളത്ത് വന്ന് ഒരു ദിവസത്തെ വർക്കൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറില്ല. കാരണം നമുക്ക് അത്രയും പണികളുണ്ടാവും. ഒരു ദിവസം രാവിലെ വന്ന് ചിലപ്പോൾ രാത്രി തിരിച്ചു പോകുന്ന പോലെയോ അടുത്ത ദിവസം രാവിലെ തിരിച്ചു പോകുന്ന പോലെയൊക്കെ ആണെങ്കിലും രാത്രി വരെ പണിയും ഉണ്ടാവും. പിന്നെ അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരൻ്റെ വീട്ടിലൊക്കെ, മിക്കവാറും നോബിൾ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ വീട്ടിൽ കയറിയിട്ട് അങ്ങനെ അടുത്ത ദിവസം തിരിച്ചു പോകും. കാരണം അച്ഛനും അമ്മയും അവിടെ ഉണ്ടല്ലോ എന്നുള്ള ഇതാണ്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഇറങ്ങിയാലും ഞാൻ എറണാകുളത്ത് വന്നിട്ട് പോകാൻ നോക്കും. അങ്ങനെ ഒരു വ്യത്യാസം വന്നു നമുക്ക്. നമ്മൾ ഒരു ദിവസമാണെങ്കിലും ഒരു ദിവസം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ടു ദം ആൻഡ് സംവെയർ ഇറ്റ് സ്റ്റാർട്ടഡ് മേക്കിംഗ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ടു മീ ഓൾസോ. ഇപ്പോൾ പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അച്ഛനും അമ്മയും ഫോളോ ചെയ്ത പ്രാക്ടീസിൽ നിന്നും എന്ത് കാര്യമാണ് വിനീത് അത് ഇംബൈബ് ചെയ്തത്, എന്താണ് റിജക്റ്റ് ചെയ്തത്? റിജക്റ്റ് ചെയ്തും കൂടി പറയണം. റിജക്റ്റ് ചെയ്ത ഞാൻ പറയുന്നില്ല. ഇംബൈബ് ചെയ്തത്, നമ്മളാരും ഭയങ്കര ഹെൽത്തി ആയിട്ട് കഴിക്കുന്ന ആൾക്കാരാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾ ആരോഗ്യമുള്ള രീതിയിൽ വളരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഭയങ്കര ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും തരൂല. അപ്പോൾ പിന്നെ അത്യാവശ്യം വീട്ടിൽ കൂടുതലും മറ്റേ ജൈവ പച്ചക്കറിയും അങ്ങനത്തെ ഇതൊക്കെ ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളെ തരുള്ളൂ. അപ്പം നമ്മൾ നോക്കും കുട്ടികൾക്ക് ഫ്രൂട്ട്സൊക്കെ ഇഷ്ടപ്പെടുത്താൻ നോക്കണം, വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചു പഠിക്കണം. എൻ്റെ കുട്ടികൾ, നമ്മുടെ 2 മക്കളും ഇപ്പോൾ ഇന്നലെ രാത്രി 10:30 ആപ്പിൾ ചോദിച്ചു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, നിൻ്റെ മക്കൾ ആപ്പിളാണല്ലോ ചോദിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യത്യാസം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ വിനീതിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാതെ തട്ടിയൊരു കാര്യമാണ്. ആൻഡ് ഐ തിങ്ക് അത് നിങ്ങളുടെ ദിവ്യയുടെ കൂടെയുള്ള റിലേഷൻഷിപ്പിൽ അത് ഞാൻ എവിടെയോ കാണുന്നുണ്ട്. ഒരു പക്ഷേ വിനീത് തന്നെ പറയും എന്നോട്. കാരണം പറഞ്ഞ കാര്യമാണ്, ഈ 9 മണിയാകുമ്പോഴത്തേക്കും അച്ഛൻ്റെ ഒരു കോള് കാണും. എവിടെയാണെങ്കിലും, എന്ത് ഷൂട്ടിലാണെങ്കിലും, എന്ത് തിരക്കിലാണെങ്കിലും വീട്ടിലേക്കൊരു കോൾ കാണും രാത്രി 9 മണി. ചിലപ്പോൾ STD ആയിരിക്കും, ചിലപ്പോൾ ട്രങ്ക് കോൾ ആയിരിക്കും. ആൻഡ് ആ കോൾ അമ്മയ്ക്കുള്ള കോളാണ്. ആ കോള്, ആ ഫോൺ റിങ് ചെയ്യുമ്പോൾ അമ്മ എവിടെയാണെങ്കിലും അവിടെ നിന്ന് ഓടിയെത്തും ആ ഫോൺ എടുക്കാനും അവരൊരു 10-50 മിനിറ്റ് നിന്ന് സംസാരിക്കുന്നു. വിനീത് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്. എനിക്ക് തോന്നുന്നു ആ റിലേഷൻഷിപ്പ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നതും അത് അടുത്ത ജനറേഷനിൽ കാണുന്നതും ഐ ഗെസ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ കമ്മിറ്റ്മെൻറ്റ് ദാറ്റ് ഹി ഹാസ് കെപ്റ്റ് ടു ദാറ്റ് റിലേഷൻഷിപ്പ്, റൈറ്റ്? ഹൗ ഡു യു സീ അവരുടെ റിലേഷൻഷിപ്പ്, അതിൻ്റെ ബ്യൂട്ടി എന്തായിരുന്നു? അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അച്ഛൻ ചുറ്റും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം അച്ഛൻ ഈ അമ്മയുടെ കുറേ കോമഡികളുണ്ട്. അതായത് ഇപ്പോൾ ലാസ്റ്റ് അച്ഛൻ ബൈപ്പാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ, എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും അങ്ങോട്ട് പോകാൻ പറ്റാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓപ്പറേഷൻ തന്നെ കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അച്ഛനെ പോയി കാണാൻ പറ്റിയത്. അതുവരെ വയനാട്ടിലാണ് ഞങ്ങളുടെ ഷൂട്ട്, എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ എല്ലാ സീനിലും ഞാനുണ്ട്. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാനവിടെ ലേറ്റായിട്ട് ചെന്നപ്പോഴേക്കും നമുക്ക് ബ്രീഫിംഗ് തരുമല്ലോ ഡോക്ടേഴ്സ്. അപ്പോൾ ഒരു ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു. ഡ്യൂട്ടി ഡോക്ടർ ഇങ്ങനെ ബ്രീഫ് ചെയ്ത് ഈ സിറ്റുവേഷൻ്റെ ഒരു ഗ്രാവിറ്റി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അമ്മ അടുത്തുണ്ട്. അപ്പം അമ്മ ഇങ്ങനെ, അപ്പോൾ പുള്ളി ടെക്നിക്കലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് ഇങ്ങനെ മെൻഷൻ ചെയ്യുമല്ലോ, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ കുറേ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഹെൽത്ത് ഹസാർഡ് ഉണ്ട്, അത് പക്ഷേ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്നോട് പുള്ളിക്കൊന്നും അറിയില്ല, ശ്രീനേട്ടനൊന്നും പറ്റൂല, മെഡിക്കൽ സയൻസോ ഒന്നും അവിടെ വിഷയമല്ല, ഭയങ്കര ബിലീഫാണ് അച്ഛനൊന്നും പറ്റൂല എന്നുള്ളത്. അമ്മ അപ്പം നേഴ്സുമാരെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോകും.
ഏത് ഹോസ്പിറ്റലിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും നഴ്സുമാരുമായിട്ടൊക്കെ ഭയങ്കര കമ്പനി ആയിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് അവരെ പേരൊക്കെ വിളിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാ അവൾ അവിടെ ഉണ്ട്, നിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വരും. ഇവരെല്ലാവരും കൂട്ടി അമ്പലത്തിൽ പോകും. ഇവരെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അമ്പലത്തിലോട്ടൊക്കെ അമ്മ വേറെ ആരെയും വിടില്ല, എല്ലാവരെയും ദൈവത്തിന്റെ ബ്ലെസ്സിങ്സിന്റെ ആംബിറ്റിൽ കൊണ്ടുവരുവാണ്. അമ്മേനെ നമ്മൾ പറഞ്ഞ് കളിയാക്കുന്ന ഒരു കോമഡി ഉണ്ട്. അമ്മ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഒരമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ട് പോകുന്ന സമയത്ത് വഴിയിൽ വേറൊരു അമ്പലം കണ്ടു കഴിഞ്ഞാൽ അവിടെയും കയറി പ്രാർത്ഥിച്ചിട്ട് പോകും. ഇത് തമാശല്ല, ഇത് ശരിക്കും നടക്കുന്ന കാര്യമാണ്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും തമ്മിൽ അടി ഉണ്ടാവാറില്ല ഈ അമ്പലത്തിനോടുള്ള? അച്ഛൻ ആരുടെയും വിശ്വാസം എതിർക്കൂല. അതെ, ഇപ്പൊ നമുക്കൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കൊന്നുമില്ല, യോജിപ്പുണ്ടാവില്ല, പക്ഷെ എതിർക്കൊന്നുമില്ല. എനിക്ക് എപ്പോഴും അറിയാം, ഞാൻ വിനീതിനോട് സംസാരിക്കുമ്പോൾ ദിവ്യ എപ്പോഴും വരും. ഞാൻ വളരെ ചുരുക്കം ആണുങ്ങളിൽ നിന്ന് എപ്പോഴും സംസാരിക്കുമ്പോൾ ഇങ്ങനെ വൈഫിൻ്റെ പേര് ഇത്രയും സ്നേഹത്തോടെ വിളിക്കണ ചുരുക്കം ആണുങ്ങളെ കണ്ടിട്ടുണ്ട്, സത്യം പറയാലോ. വാട്ട് ഈസ് ദ കീ ടു എ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്? പ്രത്യേകിച്ച് വാട്ട് ഡു യു തിങ്ക് ഒരു റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അതിൻ്റെ ബ്യൂട്ടി നർച്ചർ ചെയ്ത് കൊണ്ടുപോകാൻ അതിനെന്താണ് ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നിയത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം തന്നെയാണ്. കുറേ കാലം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന ആൾക്കാർ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലൊക്കെ ബിസി ആകുമ്പോൾ ആൾക്കാർ കോൺവെർസേഷൻസ് കുറയും. അപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അത് പറഞ്ഞാൽ, ഞങ്ങളതിന് കുറേ ഹാക്സ് കണ്ടുപിടിച്ചു. ഞാനും ദിവ്യയും കൂടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ പിള്ളേരെ കുറക്കിയിട്ട് നമുക്ക് ഇന്ന് കുറച്ച് നേരം സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫീൽ ചെയ്ത പ്രശ്നമൊക്കെ ഞാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇടയ്ക്ക് അടിപിടിയൊക്കെ ഉണ്ടാവും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് അതെങ്ങനെയെങ്കിലും നമ്മൾ ഫിക്സ് ചെയ്യും. പിന്നെ എനിക്ക് തോന്നിയത് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ രസമുള്ള കുറേ കാര്യമുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും വേൾഡ് രണ്ടാണെങ്കിൽ, എൻ്റെ ലോകം മൊത്തം സിനിമയും അവളുടെ ലോകം മൊത്തം കുഞ്ഞുങ്ങളും ആണെങ്കിൽ അത് ഭയങ്കര രണ്ടുപേരും രണ്ട് ഏരിയയിലായി പോകുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ തമ്മിൽ ഇപ്പോഴും കണക്റ്റ് ആവുന്നത് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ പിള്ളേരുടെ കൂടെയുള്ള ടൈം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മാത്രമുള്ള, പിള്ളേരെ ഉറക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ മാത്രമുള്ള ചിലപ്പോൾ ഗോസിപ്പ് പറച്ചിലൊക്കെ ഉണ്ടാവും. എന്നോട് പറയും, നീ കുറച്ച് ഗോസിപ്പ് പറഞ്ഞു, ഞാനിത് എവിടെ നിന്ന് കൊണ്ടുവരാണ്. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാനുണ്ടാവുമ്പോൾ അതിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ടാവും. എന്തെങ്കിലും എനിക്ക് ദിവ്യയോടും കൂടി ചോദിക്കണം. ഈ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഇപ്പോഴത്തെ പുതിയ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ ഫോട്ടോസ് ഇടാതിരിക്കുക, അല്ലെങ്കിൽ കുട്ടികളുടെ പിക്ചേഴ്സ് ഇടാതിരിക്കുക, ഫാമിലിയുടെ പിക്ചേഴ്സ് ഇടാതിരിക്കുക. നിങ്ങളുടെ സോഷ്യൽ മീഡിയ, എസ്പെഷ്യലി വിനീതിൻ്റെ സോഷ്യൽ മീഡിയ ഇസ് ഫുൾ ഓഫ് ലവ് ആൻഡ് റൊമാൻസ്. കുറച്ച് കുറയ്ക്കണം അത്. ഞങ്ങളോട് ഇടയ്ക്ക് ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരും നമ്മളോട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ പറയും, പിള്ളേരുടെ ഫോട്ടോ ഒരുപാട് ഇടണ്ട, അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി വരാം എന്നൊക്കെ പറയാം. അപ്പോൾ ആ സമയത്തൊക്കെ വേണ്ടാന്ന് തോന്നും. ചില സമയത്തൊക്കെ നല്ല മൂഡുണ്ടാവും, മക്കടക്കട്ടെ എന്ന് വെച്ച് പോസിറ്റീവ്. ഒരു കാര്യമുണ്ട്, വിനീതിൻ്റെ സോഷ്യൽ മീഡിയ, അത് ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കാണുന്നവർക്കൊക്കെ എപ്പോഴും മനസ്സിലൊരു സന്തോഷം, ഒരു പുഞ്ചിരി എന്തായാലും ഉണ്ടാവും. ബിക്കോസ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ടു ജസ്റ്റ് സീ യുവർ വേൾഡ്. വിനീതിൻ്റെ, ഞാനിപ്പോൾ ഒരു പ്രൊഫഷണൽ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിനീതിന് പല പേരുകളുണ്ട് കേട്ടോ ഇൻഡസ്ട്രിയിൽ. എന്തൊക്കെയാണെന്ന് പറയട്ടെ. ഞാൻ ഈ പലരുടെ ഈ ബാക്കിയുള്ളവരുടെ ഒക്കെ കോമെൻറ്റ്സ് കാണുമ്പോഴോ അല്ലെങ്കിൽ വിനീതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വരുന്ന കാര്യങ്ങളാണ് മെൻറ്റോ, ഗുരു, കിങ് മേക്കർ, ഇങ്ങനത്തെയൊക്കെ ടൈറ്റിൽസാണ് വിനീതിന് തന്നിരിക്കുന്നത്. ഞാൻ അതെങ്ങനെ നോക്കി കാണുന്നു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തിയാവുമ്പോൾ എനിക്കറിയാം, you literally have to face a flood of people who want to get into your movies, who want to be part of your work. എങ്ങനെയെങ്കിലും ഒന്ന് അസോസിയേറ്റ് ചെയ്യണം, വർക്ക് ചെയ്യണം. എത്രയോ ആൾക്കാർ സ്വപ്നം കണ്ട് നടക്കുന്നുണ്ട് വിനീത്, ജസ്റ്റ് ടു ബി വിത്ത് യു. ഇത്രയും ആൾക്കാർ വരുമ്പോൾ ഞാൻ വിനീതിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചോയ്സ് ഉണ്ട്, ആരെ ഞാൻ പിക്ക് ചെയ്യണം. അപ്പോൾ വിനീത് എങ്ങനെയാണ് ആ ചൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈ 10 പേരിൽ നിന്ന് ഈ വ്യക്തിയുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്, ബിക്കോസ് യു ഗോയിങ് ടു ചേഞ്ച് ഹിസ് ഡെസ്റ്റിനി. അല്ല, അങ്ങനെയല്ല. ബട്ട് സീരിയസ്ലി സ്പീക്കിംഗ്, എനിക്ക് ആൾക്കാരെ ഓർമ്മയുണ്ടാവും. എനിക്ക് ആവശ്യമുള്ള ആളുകൾ എനിക്ക് ഓർമ്മയുണ്ടാവും തന്നെയാണ്. ചില ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ ഡെയിലി എന്ന് പറയുന്ന പോലെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് അവരുടെ നിന്ന് ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ടാവില്ല. ഒരു
ചില ആൾക്കാർ ഷോർട്ട് ഫിലിംസിൻ്റെ ലിങ്ക് അയച്ചു തരും, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ എന്തോ എവിടെയോ കണക്റ്റ് ആവില്ല. പക്ഷെ കണക്റ്റ് ആവുന്ന ചില ആൾക്കാരുണ്ടാവും, അവരെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പോൾ ഹൃദയത്തിൻ്റെ ഓഡിഷൻ നടന്നിട്ട് ഹൃദയത്തിൽ കാസ്റ്റ് ആവാത്ത കുറേ ആൾക്കാരുണ്ട്. ഞാൻ വേണേൽ പേരുകൾ പറയാം. സാം മോഹൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്, ബോംബെയിൽ, മലയാളിയാണ്, റോക്കറ്ററിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. വിഷ്ണു ജി വാര്യർ എന്ന് പറയുന്ന വയനാട്ടിലുള്ളൊരു പയ്യനുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ ഓർത്തിരിക്കുന്ന ആൾക്കാർ. ഇതുപോലെ എനിക്ക് എന്തെങ്കിലും ഒരു സമയത്ത് ഇനി ഒരു സിനിമയിൽ കറക്റ്റായിട്ടൊരു സാധനം വരുമ്പോൾ ഞാൻ ഇവരെ വിളിക്കും. അതുപോലെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് ചില ആൾക്കാരെ ഇഷ്ടാവില്ലേ, ഇപ്പം എന്നാ താൻ കേസ് കൂടില്ല, ജഡ്ജ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിൽ ചില ആൾക്കാരങ്ങ് ഫിക്സ് ആവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അവർ നമ്മളെ വിളിക്കേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും ആക്ടേഴ്സ് കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കണ്ട, എനിക്ക് ആളുകൾ ഓർമ്മയുണ്ടാവും. അപ്പം ഞാൻ എന്തെങ്കിലും കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ എൻ്റെ ആവശ്യമാണ് കറക്റ്റ് ക്യാരക്ടറിന് ആൾക്കാർ വേണമെന്നുള്ളത്. ആക്ടേഴ്സിന് എത്രത്തോളം സിനിമകൾ ആവശ്യമുണ്ടോ അതിനേക്കാളും നമുക്ക് ആവശ്യമാണ് നമ്മുടെ സിനിമയിൽ കറക്റ്റായിട്ടുള്ള കാസ്റ്റ് വരിക എന്നുള്ളത്. കാരണം 1 മിസ്കാസ്റ്റ് ആൻഡ് ദാറ്റ് സീൻ ഇസ് ഗോൺ ഫോർ എ ടോസ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആളല്ല അവിടെ വരുന്നതെങ്കിൽ, ഇപ്പോൾ ഹൃദയത്തിൽ സെൽവ എന്ന് പറയുന്ന ക്യാരക്ടർ കലേഷിനല്ലാണ്ട് വേറൊരാളെ എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഓരോരാൾക്കും പറ്റിയ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അത് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റീപ്ലേസ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം, പക്ഷേ എന്നാലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ട്രസ്റ്റിൻ്റെ കാര്യം എപ്പോഴും പറയാറുണ്ട് വിനീത്. ഇപ്പം നമ്മുടെ ആക്ടറുമായിട്ട് ഒരു ട്രസ്റ്റ്, ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക, അതിന് എങ്ങനെയാണ്? ഇപ്പം ഓക്കെ, ഇൻഡസ്ട്രിയിൽ കുറേ വർഷങ്ങളായിട്ടുണ്ട്, പല പരിചയക്കാരുണ്ട്, എന്നാലും ഒരു ബിൽഡപ്പ് ചെയ്യുക, അതിൻ്റെ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഡയറക്ടറിൻ്റെ ഭാഗത്തു നിന്നായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണോ വിനീത്? അതെ അതെ, അത് ശരിക്കും ആക്ടേഴ്സുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നന്നായാൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ട് മാറും. ഒരു പോയിന്റ് എത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയേണ്ടി വരില്ല. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മുടെ മൈൻഡിൽ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും, അവരെന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ഇപ്പോൾ നിവിൻ്റെ കൂടെ ഷൂട്ട് ചെയ്യുമ്പോൾ നിവിൻ നെർവസ് ആണെങ്കിൽ സെറ്റിൽ ആർക്കും മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവും, വേറെ ആർക്കും മനസ്സിലാവില്ല. അപ്പം ഞാൻ ആ സീൻ എങ്ങനെയെങ്കിലും ഒന്നുകിൽ അത് പുഷ് ചെയ്ത് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കും. ഇനി അത് പുഷ് ചെയ്യാനേ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ചില സേഫ്റ്റി ഷോട്ടുകൾ എടുത്തു വയ്ക്കും. അവൻ്റെ നെർവസ്നെസ് സ്ക്രീനിൽ വരാത്ത രീതിയിലുള്ള ചില സേഫ്റ്റി ഷോട്ട്സ് എടുത്തിട്ട് അത് സ്ക്രീനിൽ വരാത്ത രീതിയിൽ മാനേജ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരും ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് ഭയങ്കര രസമാണ്. അതുപോലെ രസം തോന്നുന്ന എനിക്ക് കാര്യം ഒന്ന് ഞാൻ കേട്ടത്, ഞാൻ കേട്ടിട്ടുണ്ട് ഈ ആക്ടേഴ്സൊക്കെ, പ്രത്യേകിച്ച് ഞാൻ ഹിന്ദിയിൽ ആക്ടേഴ്സൊക്കെ പ്രോസസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പാട്ട് വെച്ചിട്ട് മൂഡ് ക്രിയേറ്റ് ചെയ്യും, ആ മൂഡിനനുസരിച്ച് അഭിനയിക്കുന്ന കാര്യമൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ഡിറക്ടേഴ്സ് അത് പറയണത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വിനീതും ഇങ്ങനെ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടെന്നും ആ പ്ലേലിസ്റ്റിനനുസരിച്ചാണ് ആ ഒരു മൂഡും ആ പ്രോസസ്സിലേക്ക് ഓഫ് ഷൂട്ടിങ്ങിലേക്ക് പോകുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. How different is that, and how do people respond to that on the set? അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിലുള്ള എല്ലാവർക്കും ആ സീനിൻ്റെ മൂഡ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ചില ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഡയറക്ടേഴ്സിനും അതിൻ്റെ ക്യാമറാമാനും ആക്ടേഴ്സിനും മാത്രമേ അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് അറിയാമെങ്കിലും അതിൻ്റെ മൂഡ് എന്താണെന്നുള്ളത് ഫീൽ ചെയ്യാൻ അവർക്കേ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ മ്യൂസിക്കും കൂടെ അവിടെ ഉണ്ടെങ്കിൽ ആ സെറ്റിലുള്ള എല്ലാവർക്കും ആ ഫീൽ ഉണ്ടാവും, എല്ലാവരുടെയും എനർജി ആക്ടേഴ്സിൻ്റെ അകത്തേക്ക് പോകും. അപ്പോൾ അവിടെ ഒരു മാജിക് നടക്കും. ശരിക്കും ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തട്ടം ചെയ്യുന്ന സമയത്ത് ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് നമ്മൾ ഷൂട്ട് ചെയ്തൊരു സീൻ ഉണ്ടായിരുന്നു. 1000 കണ്ണുമായി എന്ന് പറഞ്ഞ പാട്ടൊക്കെ വെച്ചിട്ട് നിവിൻ്റെയും ഇഷയുടെയൊക്കെ ഷൂട്ട് ചെയ്ത ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഷാനൊക്കെ വന്ന് പുറകിൽ നിന്ന് കീബോർഡൊക്കെ വായിച്ച്, കീബോർഡിൽ 1000 കണ്ണുമായൊക്കെ വായിച്ച് നമ്മൾ അങ്ങനെയാണ് ഷൂട്ട് ചെയ്ത്. നമ്മൾ പാട്ടൊക്കെ പാടി ഇവരഭിനയിച്ച് ഇവരുടെ മൂഡ് ഷോട്ട്സൊക്കെ അങ്ങനെ എടുത്ത്, അപ്പോൾ ഭയങ്കര അങ്ങനെ അല്ലാണ്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഈ പ്രോസസ്സ് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. പിന്നെ ഹൃദയം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹൃദയത്തിൽ ബീച്ച് സീൻസ് ഉണ്ട്. ദർശനയും അപ്പും കൂടെയുള്ള, പിന്നെ അപ്പും കല്യാണിയും കൂടെയുള്ള ഇവരുടെ ബീച്ച് സീൻസൊക്കെ നമ്മൾ നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ BGM ഇട്ടിട്ട് ആ BGM ഇട്ടിട്ടാണ് ഞങ്ങളത് ഷൂട്ട് ചെയ്തത്. ദർശനം മതിൽ ചാടുന്നതൊക്കെ ഞങ്ങൾ ആ BGM ഇട്ടിട്ട് തന്നെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ആ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പു എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു,
ഞാൻ അച്ഛനോട് ഇതിൻ്റെ റൈറ്റ്സിന് ചോദിക്കണമെന്ന് ചോദിച്ചു. ഈ BGM-ൻ്റെ റൈറ്റ്സിനോട് ചോദിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്, നമുക്ക് വേറെ മ്യൂസിക് ചെയ്യാൻ പറഞ്ഞു. ഇതിൽ വേറൊരു ചാലഞ്ച് ഇപ്പം വിനീതിന് ഫേസ് ചെയ്യുന്നത് ഒരു പക്ഷേ ഇസ് ദ ഓഡിയൻസ് എക്സ്പെക്ടേഷൻ. ഇപ്പോൾ പൊതുവേ വിനീതിൻ്റെ ഫിലിം കാണുമ്പോൾ ദർ ഇസ് എ ഫീൽ ഗുഡ്നെസ് അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് അബൌട്ട് ലവ്, ഇറ്റ്സ് അബൌട്ട് റൊമാൻസ്, അബൌട്ട് നൈസർ തിങ്സ് ഇൻ ലൈഫ്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ ഓഡിയൻസിൽ നിന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ക്രിയേറ്റീവ് വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടേതായ ഒരു സെറ്റായിട്ടുള്ള ഒരു ഐഡിയാസിൽ നിന്നും നോഷൻസിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ചെയ്ത് പുതിയ അവന്യൂസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം, ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് പോകണം എന്ന് തോന്നും ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, അതുണ്ടാവാറുണ്ടോ? അത് ഓരോ സമയത്ത് ഓരോ പോലെയാണ് തോന്നുക. ഇപ്പം ഞാനൊരു 2013-2014 എനിക്ക് ഈ സാധനം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ജോണർ ഷിഫ്റ്റ് ചെയ്ത് പോകണം, ഓരോ സിനിമയും ഓരോ രീതിയിലുള്ളതായിരിക്കണം. ഇപ്പം ഞാൻ അങ്ങനെയല്ല ആലോചിക്കുന്നത്. അതന്നെ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് എനിക്കൊരു ഹാപ്പി സ്പേസിലുള്ള തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആൾക്കാരെ ഹാപ്പി ആവുന്ന സിനിമകൾ ചെയ്താൽ മതി. അൺടിൽ എ സർട്ടൻ ഏജ്, എനിക്കൊരു പ്രായമെത്തുന്നവരെ അങ്ങനെയുള്ള സിനിമകൾ ചെയ്താൽ മതി. എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോണർ വൈസ് എക്സ്പെരിമെൻറ്റ് ചെയ്യണ്ട. നമ്മുടെ അടുത്ത് നിന്ന് ആൾക്കാരെ എക്സ്പെക്റ്റ് ചെയ്യുന്ന പാത്തിൽ തന്നെ എന്തൊക്കെ പുതിയതായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പം നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം മാറ്റിയാൽ മതിയല്ലോ, വീട് പൊളിച്ചിട്ട് വേറെ വീട്ടിൽ ഡെയിലി താമസിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ എൻ്റെ സ്പേസിൽ നിന്നിട്ട് തന്നെ അതിലെന്തൊക്കെ പുതിയതായിട്ട് ചെയ്യാന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഈ ഒരു സ്പേസിൽ തന്നെ ഒരു ഇൻഹെറൻറ്റ് ചാലഞ്ച് ഉണ്ട്. എൻ്റെ ഒബ്സർവേഷനാണ്, വിനീത് പ്ലീസ് കറക്റ്റ് മീ. നമ്മൾ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളായി അച്ഛനായി ആ ഒരു ഏജിങ്ങിൻ്റെ ഒരു പ്രോസസ്സ്, ഒരു കർവ് ഉണ്ട്. ആൻഡ് ഈ ഓഡിയൻസ് എന്ന് പറയുന്നത് ആർ സ്റ്റിൽ ഇൻ ദ 20s, 18s, ദ യങ്ങർ ഓഡിയൻസ്. അപ്പം നമ്മളുടെ ഒരു മെൻ്റൽ ഗ്രോത്ത് നമ്മൾ ആ ഒരു ഫേസിൽ നിന്ന് നമ്മൾ പോയി. ബട്ട് യെറ്റ് യുവർ ഓഡിയൻസ് ഇസ് ദെയർ ആൻഡ് ദേ ആർ വെയിറ്റിംഗ് ഫോർ യുവർ നെക്സ്റ്റ് ഫിലിം. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് ചെയ്യണമല്ലോ ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് സ്പേസ്. അത് ഈസിയാണോ ഇപ്പോൾ വിനീതിനും? പ്രോബബ്ലി ഒരു 5 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് വുഡ് ഹാവ് ബീൻ ഈസിയർ. അങ്ങനെ തോന്നാറുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ആലോചിക്കാറില്ല. എനിക്ക് കമ്പലിംഗ് ആയിട്ടുള്ള ഒരു കഥയുടെ പിന്നാലെ മാത്രമേ ഞാൻ പോകാറുള്ളൂ. അത് നമുക്ക് നന്നായി എഴുതി വന്നു കഴിഞ്ഞാൽ ആ സിനിമ എല്ലാവരുമായിട്ടും കണക്റ്റ് ആവും എന്നുള്ളതാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളത്. പിന്നെ നമ്മൾ ജോണറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ 2 ആൾക്കാരെ നമുക്ക് എടുക്കാം. ഇപ്പോൾ സ്റ്റാൻലി കുബ്രിക്കിനെ പോലെ എല്ലാ പടങ്ങളിലും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് ഒരു ഫിൽമോഗ്രഫി ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഹിച്ച്കോക്കിനെ പോലെ പോവാം. അപ്പോൾ ഹിച്ച്കോക്ക് ജോണർ ഷിഫ്റ്റ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇവരാരും ആണെന്നല്ല കേട്ടോ, 2 വഴിയാണ് നമ്മുടെ മുമ്പിൽ. തൽക്കാലം ഒരു ഏജ് വരെ അങ്ങനെ പോട്ടെ ഞാൻ വിചാരിക്കുന്നത്. ഐ വോണ്ട് ടു ബി ഹാപ്പി ലൈഫിൽ. കാരണം ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. നമ്മൾ ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു സിനിമയിലൊക്കെ കടക്കുമ്പോൾ ആ ഡാർക്ക്നെസ് ഒക്കെ നമ്മുടെ ലൈഫിലേക്കും കയറി വരും. ഈ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ സിനിമയിലോ സിനിമയുടെ സ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ കാര്യങ്ങളിലോ മാത്രമല്ലല്ലോ വിനീത്, നമ്മുടെ ചുറ്റും യു സീ എ ലോട്ട് ഓഫ് പെയിൻ ആൻഡ് ലോട്ട് ഓഫ് സഫറിങ്. ഹൗ ഡു യു പ്രിസർവ് യുവർ സെൽഫ്? എങ്ങനെയാണ്, ഹൗ ഡു യു മാനുവർ ത്രൂ ദിസ് ഡാർക്ക്നെസ് വിച്ച് എക്സിസ്റ്റ് ഇൻ ദിസ് വേൾഡ് വിച്ച് യു കാൻറ്റ് റൺ അവേ ഫ്രം? അതെ, യാത്ര ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ട്രാവലിംഗ്, മീറ്റിംഗ് പീപ്പിൾ, ഇതുപോലെ ഭയങ്കര വൈബ്രൻ്റ് എനർജി ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക്, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം അതാണ്, പഠിച്ചോനെ എനിക്ക് നല്ല സുഹൃത്തുക്കളെ തരണേ, എനിക്ക് ലൈഫിനെ പറ്റി ഡ്രീംസ് ഉള്ള ആൾക്കാരെ. ഇപ്പോൾ സിനിമയിലാണെങ്കിലും ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ പ്രൊജക്ട്സിനെ പറ്റിയിട്ടേ ഡിസ്കസ് ചെയ്യുള്ളൂ. ഒരു ഡ്രീം ചെയ്തൊരു സാധനം ചെയ്യുക എന്നുള്ളതിനേക്കാളും ഓക്കെ ഈ ഒരു പ്രോജക്റ്റ് ഇന്ന് നടന്നു വെച്ചാൽ ഇത് സാറ്റലൈറ്റ് മറ്റത് മറിച്ചത്, ഇതൊക്കെ അറിയുന്നത് നല്ലതാണ്. പക്ഷേ ഈ രീതിയിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തായി പോകും. ഇതല്ലാതെ നമ്മൾ സ്വപ്നം കണ്ട് സിനിമ ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ആ ഒരു സാധനത്തിൽ വിശ്വസിക്കുന്ന, അത് കൂടുതലും ഫസ്റ്റ് ടൈമേഴ്സിനായിരിക്കും ആ സാധനം ഭയങ്കരമായിട്ടുണ്ടാകുക. അപ്പോൾ പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എനർജീസ് ഭയങ്കര അടിപൊളിയായിരിക്കും എപ്പോഴും. അപ്പോൾ എല്ലാ സിനിമയിലും കുറച്ച് പുതിയ ആൾക്കാർ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇവിടെ വരെ എത്തി വിനീത്, ആൻഡ് യു ഹാവ് അച്ചീവ്ഡ് സോ മച്ച്. നമ്മൾക്ക് പലപ്പോഴും നമ്മൾ കുറേ കാര്യങ്ങൾ അറ്റ് എ ഏർലി സ്റ്റേജ് ഇൻ ലൈഫ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് ഗോയിങ് ടു പ്രൊപ്പൽ യു ഫോർവേഡ്? അപ്പോൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, വിനീത് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ചേഞ്ച് ഈസ് എ കോൺസ്റ്റൻറ്റ്. ആ ചേഞ്ച് വരാൻ, അത് എംബ്രേസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. സോ വാട്ട് നെക്സ്റ്റ് ഫോർ യു വിനീത്? സോ മച്ച്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സർട്ടൻ സ്പേസിലെ ആൾക്കാർ എന്നെ എൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളൂ. ആ സ്പേസിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും പോകുന്നത്.
ഒരു സ്റ്റേജിൽ എനിക്കിത് ഷിഫ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് പുതിയ പുതിയ സിനിമകൾ ഫ്യൂച്ചറിലേക്ക് ഉണ്ട്. അപ്പം ഞാൻ ഒരിക്കലും ഒരു ഹൊറർ സിനിമ ചെയ്തിട്ടില്ല, ഞാൻ സൈഫൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാനൊരു ആക്ഷൻ പടം ചെയ്തിട്ടില്ല. എനിക്ക് ചെയ്യാൻ ഒരുപാടുണ്ട് തന്നെ, ഞാൻ അതിലേക്കൊന്നും പോയിട്ടില്ല. സോ ഐ എം നോട്ട് വറീഡ് അബൌട്ട് ഇറ്റ്. എനിക്ക് പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ കുറേ സാധനം ഉണ്ടാവും. ഞാനത് മാക്സിമം തള്ളിക്കൊണ്ടിരിക്കുകയെന്നേ ഉള്ളൂ. കാരണം എനിക്ക് ഈ സ്റ്റേജിൽ ഹാപ്പി ആയിട്ട് ജീവിക്കണം, അതുകൊണ്ട് ഹാപ്പിനെസ് ഉള്ള സിനിമകളിൽ ഞാനിങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ വൺസ് ഐ ഡിസൈഡ് എനിക്ക് മറുകണ്ഠം ചാടണം എന്ന് തോന്നുന്ന സമയത്ത് ഐഡിയാസ് പ്രോജക്ട്സ് എല്ലാം മനസ്സിൽ ഓൾറെഡി ഉണ്ട്, റെഡി ആണ്. ഇല്ല, സർട്ടൻ ഐഡിയാസ് അതെ. അപ്പോൾ എനിക്ക് ഏതെങ്കിലും കാലത്ത് നല്ലൊരു ആക്ഷൻ പഠനം ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് ഞാൻ ഇപ്പോഴൊന്നും ചെയ്യൂല. എനിക്ക് ആ ഒരു ഹരം കിട്ടുന്ന സമയത്തേ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് ഫ്യൂച്ചറിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ഡു എവറിത്തിങ്, ഡ്രീം ഓഫ് ഡൂയിങ് എവറിത്തിങ് റൈറ്റ് നൗ. ഓക്കെ, കട്ടിങ് ടു സംതിങ് വെരി ലൈറ്റ്. ഞാൻ ഈ ഇടയ്ക്കൊരു മീം കണ്ടു. ദ മീം വാസ് അച്ഛനും മകനും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. വൈ? ബിക്കോസ് ധ്യാൻ അടുത്ത ഇന്റർവ്യൂവിന് പോകണം. നിങ്ങളുടെ ഒരു ഡൈനിങ് ടേബിൾ കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും വിത്ത് ധ്യാൻ ഓവർ ദീസ് ഇന്റർവ്യൂസ് ഉള്ള അറിയാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി. അച്ഛനുമായിട്ട് ഞാൻ ഇതിനെ പറ്റി അധികം സംസാരിച്ചിട്ടില്ല. പക്ഷെ അച്ഛൻ ഭയങ്കര ചിരിയാണ് ധ്യാൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ടെന്ന് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ആരുടെ പേരിൽ എന്ത് കഥയാണ് വരുന്നതെന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. അതായത് അടുത്തത് അജുവിൻ്റെ പേരിലാണോ വരിക, എൻ്റെ പേരിലാണോ വരിക, ജോമോൻ്റെ പേരിലാണോ വരിക. അപ്പോൾ ജോമോൻ ഒരു ദിവസം നോക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു വീഡിയോ ഇതാ കണ്ടു നോക്ക്, എനിക്കൊരെണ്ണം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ ജോമോൻ രോഹിത് ഷെട്ടിയുടെ പടമുണ്ട്, രൺവീർ സിംഗ് വിളിക്കുന്നുണ്ട്, അങ്ങനെ ഒരു സാധനം പറഞ്ഞത് ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചിട്ട് ഇന്ന് നിനക്കാണല്ലേ. അതുപോലെ ബേസിലിന്റെ ഒരെണ്ണം ഞാൻ കണ്ടായിരുന്നു. ബേസിൽ പറയാം ഞാൻ ധ്യാനിനെ കുറിച്ച് ഒന്നും സംസാരിക്കില്ല, കാരണം അടുത്ത ഇന്റർവ്യൂവിൽ എനിക്ക് കിട്ടും. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് യുനോ ഒരേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന വളരെ വ്യത്യസ്തമായ പേഴ്സണാലിറ്റീസിന്റെ ഉടമകളാണ് കേട്ടോ, അല്ലേ? ഹൗ വാസ് ദിസ് ഗ്രോയിങ് അപ്പ് ഫോർ യു? നിങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നു ആസ് ബ്രദേഴ്സ്? ഞങ്ങൾ തമ്മിൽ എനിക്കതൊരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ടൈം ഉണ്ടായിട്ടുണ്ട്, ഭീകരമായ വഴക്കുണ്ടായിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ട്, ആ വഴക്ക് കഴിഞ്ഞിട്ട് ഭയങ്കര അടുപ്പമുണ്ടായ സമയം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള റിലേഷൻഷിപ്പ് ഞാൻ ധ്യാനമായിട്ട്. പക്ഷെ ഡീപ്പ് ഇൻസൈഡ് ഒരു സാധനം ഉണ്ട്. അത് ഉപദേശിക്കാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഒരു കാര്യമില്ല, അങ്ങോട്ട് പോയിട്ടേ കാര്യമില്ല. അല്ല, ധ്യാനമായിട്ട് സംസാരിച്ച വേറൊരു കാര്യമുണ്ട്. ഇപ്പം ധ്യാനോട് ഞാൻ പോയി പറയാമെന്ന് വെച്ചോ, അവിടെ കുറച്ചുകൂടെ സെലക്റ്റീവായിട്ട് പടങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ അവൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ സെലക്റ്റീവ് ആവേണ്ട കാര്യം എന്താ എന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര കൺവിൻസിങ് പവർ ആണല്ലോ. അതെ, അതുകൊണ്ട് അവനോട് സംസാരിക്കാതെ തന്നല്ല. നമ്മൾ ചില കാര്യങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, നമുക്കങ്ങനെ പോവാം. അപ്പൊ ധ്യാനിന് പൊതുവെ ഒരു നോട്ടി, ഒരു മിസ്ചീവിയസ് ഒരു ഇമേജ് ഉള്ളപ്പോൾ ഒരു വശത്ത് വിനീത്, മറ്റു വശത്ത് വിനീതിനുള്ളത് ഈ ഗുഡ് ബോയ് നൈസ് മാൻ ഇമേജ് ആണ്. അതൊരു വലിയ ബർഡൻ അല്ലേ ക്യാരി ചെയ്യാൻ? പ്രത്യേകിച്ച് നമ്മൾ ജോലി സ്ഥലത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ ശരിക്കും പുഷ് ചെയ്യൂലേ വിനീത്? അല്ല, എൻ്റെ ജോലി സ്ഥലത്തൊക്കെ ഞാൻ ഭയങ്കര നൈസായിട്ട് അങ്ങനെയല്ല, തന്നെ നമുക്ക് ദേഷ്യം വരുന്ന സമയമുണ്ടാവും. പിന്നെ കുഴപ്പമൊന്നുമില്ല, നമ്മളാരെയും കൊല്ലുന്നില്ലല്ലോ. എന്നാലും ആൾക്കാർ ദേ ടെൻ ടു ടേക്ക് യു ഫോർ ഗ്രാൻഡ്. നമ്മൾ ഒത്തിരി നല്ലതായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ അത് നാച്ചുറൽ ആണ്, ദേ ടെൻ ടു ടേക്ക് യു ഫോർ ഗ്രാൻഡഡ്. അപ്പോൾ എവിടെയാണ് ഈ ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഹൗ ഡു യു മാനേജ്? അല്ല, എനിക്ക് പണ്ടൊക്കെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരാൻ, ഞാൻ ദേഷ്യം കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇടയ്ക്കൊക്കെ, വല്ലപ്പോഴും ഒക്കെ ആയിട്ട്. ഇപ്പം അത് ഭയങ്കര കുറവാണ്. അത് നമുക്ക് ഭയങ്കര, പിന്നെ ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊരാളോട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചൂടാവുമ്പോൾ ഒന്നിനും ഒരു കൺട്രോൾ ഉണ്ടാവില്ലല്ലോ. ആൾക്കാർ ഫ്ലിപ്പാവുന്നത് നമ്മൾ കാണുന്നില്ലേ പല സമയത്തും. അപ്പോൾ അത് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഫേസ് ചെയ്യണ്ടേ, പല ആൾക്കാരുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓവർ ദി ഇയേഴ്സ് ഞാനത് കുറച്ച് കൊണ്ടുവന്ന് അങ്ങനെ മാറ്റിയെടുത്തതാണ്. ചില സമയത്തൊക്കെ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ചില സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പോരേണ്ടതുണ്ടാവും, പക്ഷെ അവിടെ നിൽക്കുന്ന എല്ലാവരുമായിട്ടും ഫോട്ടോസ് എടുത്തിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാനുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ പെട്ടുപോകും. നമ്മൾ പറയുന്ന റീസൺസ് ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് സ്പീഡിൽ അങ്ങ് നടക്കുക, ഓടുക.
ഇങ്ങനെ കാണിച്ചിട്ട് ഓടുക, ഇതൊക്കെ നടക്കുള്ളൂ. സംടൈംസ് ചില സമയത്തൊക്കെ ഇങ്ങനെ ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞിട്ട് നിൽക്കും. പക്ഷെ പൊട്ടാണ്ടിരിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒന്ന് വിനീതിന് സെറ്റ്സിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് എനിക്ക് കാണാൻ വരണം, ഹോപ്പ്ഫുള്ളി സൂൺ. സെറ്റില് മിക്കവാറും ടൈമൊക്കെ ഭയങ്കര രസമായിരിക്കും. ഞങ്ങൾ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്ന പോലെ ഞങ്ങൾ പടം ഷൂട്ട് ചെയ്യുന്നത്. എവിടെ വെച്ചോ അന്ന് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ഒരു ഫിലിം സെറ്റ് ഫീൽ ഉണ്ടാവില്ല. തന്നെ വന്നു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സ് എന്തൊക്കെയോ ചെയ്യുന്നേ തോന്നുള്ളൂ. ഇപ്പോഴത്തെ ഒരു കറണ്ട് കോൺവെർസേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിനീത്, ദർ ഇസ് എ ലോട്ട് ഓഫ് കോൺവെർസേഷൻ അബൌട്ട് ഡ്രഗ് അബ്യൂസ് ഇൻ ദ ഇൻഡസ്ട്രി. പ്രത്യേകിച്ച് ഒരു യങ്സ്റ്റേഴ്സിൻ്റെ കുറേ യങ് ആക്ടേഴ്സ് ഹു ആർ എക്സ്ട്രീംലി ടാലൻറ്റഡ്, അതിൽ അബ്യൂസ് നടക്കുന്നതെന്നൊക്കെ അലിഗേഷൻസ് ഉണ്ട്. വിനീത് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് കാണുന്നത്? ഇതിനെ പറ്റിയിട്ട് ഒരുപാട് മിത്തുണ്ട് തന്നെയാണ്. അതായത് കുറേ ആൾക്കാർ വിശ്വസിക്കുന്നത് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്രിയേറ്റിവിറ്റി വരുന്ന ഒരു തേങ്ങയും വരില്ല. അത് സത്യമാണ്. അത് ആൾക്കാർ മനസ്സിലാക്കണം. പിന്നെ ആകെക്കൂടെ ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര റിലാക്സിങ് ആയിട്ട് തോന്നും. അത് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കഞ്ചാവ് എന്ന് പറയുന്നത് അത്രയും ഹാംഫുൾ അല്ല എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഇത് പ്രോബ്ലം ആവുന്ന എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് സ്റ്റോപ്പ് വിത്ത് ദിസ്. ഇതൊരു ഗേറ്റ് വേ ഡ്രഗാണ്. ഇത് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെ നമ്മളോട് പറയുന്ന കാര്യമാണ്. ഇതിൽ നിൽക്കില്ല ഇത് ബാക്കി സിന്തറ്റിക്കിലേക്ക് പോകും, പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും. ഒരു കിക്ക് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതിലാണെങ്കിലും, ഇപ്പോൾ സിനിമയിലെ സക്സസ് എന്ന് പറയുന്ന ഒരു കിക്കാണ്. ഒരു തവണ കിട്ടിയാൽ നമുക്കത് വീണ്ടും കിട്ടണം. പക്ഷേ അത് അത്രയും ഹാംഫുൾ അല്ല. ആൽക്കഹോള് ഇത് കിക്ക് കയറുന്ന സാധനമാണ്. ഭക്തി കിക്ക് കയറുന്ന സാധനമാണ്. അമ്പലത്തിൽ പോകുന്ന ആൾക്കാർ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കും. ഇത് ഓരോ സൈഡിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൺസ് യു ഗെറ്റ് ദറ്റ്, ആ ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമ്മളിങ്ങനെ ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇത് ഹെൽത്ത് എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാകുമ്പോൾ പിന്നെ നമുക്ക് സമയം പോകുന്നത് അറിയില്ല. നമ്മുടെ ലൈഫിൻ്റെ ഒരു നല്ല സമയം അങ്ങ് പോകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്കിപ്പോൾ ഐ എം 38 now. 38 കൊല്ലം എങ്ങനെ പോയിന്ന് എനിക്കിപ്പോൾ ഒരു പിടുത്തമില്ല. ഹാഫ് മൈ ലൈഫ് ഇസ് ഓവർ. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഏജിൻ്റെ ആൾക്കാരുടെ ഒരു ലൈഫ് ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ പകുതി ജീവിതം നമ്മൾ ജീവിച്ച് തീർത്തു. ഇനി ബാക്കി പകുതിയേ ഉള്ളൂ. അപ്പോൾ ഇത്രേ സമയം ഉണ്ടാവുള്ളൂ മനുഷ്യന്മാർക്ക്. അപ്പോൾ ആ 20 to 30 എന്ന് പറയുന്ന ഏജിലൊക്കെ നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. സക്സസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റണം. നല്ല പേഴ്സണൽ ലൈഫാണെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റണം. ഈ സാധനത്തിന് സ്ലോ ഡൗൺ ചെയ്യും. അതാണ് അത് ആർക്കും ഗുണം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഇന്ന ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ചില കാര്യങ്ങൾ പടപടയെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ അവരുടെ തന്നെ ഹെൽത്ത് ഡിറ്റീരിയറേറ്റ് ആവും, മൈൻഡ് ഫ്രെയിം മാറും, ഒറ്റയ്ക്കിരിക്കാൻ പറ്റാണ്ടാവും. ആങ്സൈറ്റി ഉള്ള ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ചുറ്റും കൂട്ടുകാരില്ലെങ്കിൽ വറീഡാവുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പല പല പ്രശ്നത്തിലേക്ക് പോകും. സാറിന് 35 കഴിയുമ്പോഴേക്കും ബേൺ ഔട്ടായി കഴിയും. അങ്ങനെ പോകാൻ പാടില്ല. ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ പറയുന്ന ഇൻഡസ്ട്രിക്ക് അകത്ത് മാത്രമല്ല പുറത്തും. സോ ഇഫ് യു വാണ്ട് ടു മേക്ക് സംതിങ് ഔട്ട് ഓഫ് യുവർ ലൈഫ് യു ഹാവ് ടു ബി സ്മാർട്ട്. ഈ ഇൻഡസ്ട്രിക്കകത്ത് പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ആണോ ആൾക്കാരെ ഇതിലേക്ക് നയിക്കുന്നത്? അല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മമ്മൂക്ക പറഞ്ഞല്ലോ, ഇത് ഇൻഡസ്ട്രിക്കകത്ത് മാത്രമല്ലല്ലോ, എല്ലാ സ്ഥലത്തും ഇതുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇത് കൺസ്യൂം ചെയ്യാം. എത്ര പിടിച്ചാലും ഇത് ഇവിടെ ലീഗൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ക്യാരി ചെയ്ത് കൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടുന്നുണ്ട്. മനുഷ്യൻ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് പല സ്ഥലത്തും. കാശ് കിട്ടുന്ന ആൾക്കാർ എന്തും ചെയ്യും. അപ്പോൾ ഈ സാധനം വീണ്ടും വരും. അപ്പോൾ ആൾക്കാർ തീരുമാനിക്കണം ഇത് വേണോ വേണ്ടയോ എന്നുള്ളത്. അല്ലാണ്ട് ഇത് ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരൊന്നും ഇത് നിർത്താൻ പോകുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് മെഷീനറിയും ഇത്രൂടെ സ്ട്രെങ്ത് ഉണ്ടാവും. അവരെത്ര പിടിച്ചാലും ഇത് വരും തന്നെ. കാരണം പട്ടിണിയുണ്ട് ആൾക്കാർക്ക്. പെട്ടെന്ന് കാശ് കിട്ടുന്ന ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ആ വഴിക്ക് പോവും. നമ്മുടെ നാട്ടിലൊരു സിറ്റുവേഷനും അതല്ലേ. അപ്പോൾ നമുക്ക് ഇതിനൊരു സൊല്യൂഷനൊന്നുമില്ല. ഇതിന് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇത് ഉപയോഗിക്കാണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. Anyway, we'll move on to something which is lighter and let's play a little card game. Okay? It's called I Am Game. അപ്പോൾ ഇത് സിമ്പിളാണ്. ജസ്റ്റ് പിക്ക് എ കാർഡ്. ആ കാർഡിൽ കാണുന്ന വാക്കുകൾ വായിക്കോർക്കെ. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന മെമ്മറി, എക്സ്പീരിയൻസ്, അനക്ഡോട്ട്സ് എന്താണ് മനസ്സിലാദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ just spell it out. Yeah. Be honest with yourself. അതിനെപ്പറ്റി ഞാനെന്താ പറയാ? എപ്പോഴെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടായപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ലൈഫിൽ? ഞാൻ ഇപ്പോൾ ഈ അപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, ഇവിടെയാണ് ഞങ്ങളുടെ മോള് ജനിക്കുന്ന സമയത്ത് ഞങ്ങളൊരു 3 മാസം താമസിച്ചത് ഇവിടെയാണ്. ആ ടൈമിലൊക്കെ ദിവ്യ പ്രഗ്നൻ്റ് ആയി എന്ന് പറയുന്ന സമയത്തൊക്കെ
ഞാൻ ഒരു സിനിമ എനിക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചൊരു സിനിമ കറക്റ്റ് ആ ടൈമിൽ വരെയും അത് അപ്പോൾ ആ ടൈമിൽ ഒരു ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു. എനിക്ക് ഭയങ്കര ചെയ്യാൻ ആഗ്രഹമുള്ളൊരു സിനിമ അതിങ്ങനെ വിടണോ അത് ചെയ്യണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഫൈനലി ഐ ഡിസൈഡഡ് ഈ ടൈമിൽ ഐ വോണ്ട് ടു ബി ഇൻ ദിസ് വിത്ത് ഹർ എന്നിങ്ങനെ ഡിസൈഡ് ചെയ്തിട്ട് അത് വിട്ടു. പക്ഷേ പിന്നെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ നീണ്ട് ഐ എൻഡഡ് അപ്പ് ഡൂയിങ് ദാറ്റ് ഫിലിം ഓൾസോ. അപ്പോൾ എനിക്ക് അതും ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ചില സമയത്ത് നമ്മൾ ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് ചില തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മൾ വിട്ട സാധനം തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരും. ഡെസ്റ്റിനിയിൽ ബിലീവ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമ്മൾ ഇന്നൊരു ട്രാക്കിലാണ് പോവേണ്ടത്. വി വർ ബോൺ ടു ഡു ദിസ്, അല്ലെങ്കിൽ നമ്മൾ ഇത് തന്നെയാണ്. ഇൻറ്റ്യൂഷൻസിൽ ബിലീവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഉള്ളിൽ ചില തോന്നലുകൾ ഉണ്ടാവുമല്ലോ, ആ തോന്നലുകൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. മോർ ദൻ ലോജിക്കലി നമുക്ക് കറക്റ്റായിട്ട് തോന്നുന്ന കാര്യങ്ങളെക്കാൾ ലോജിക് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റലിജൻസിൽ നിന്ന് ഉണ്ടാകുന്നതാണല്ലോ. നമ്മുടെ ഇൻ്റലിജൻസ് അത്രയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോജിക്കും നമ്മുടെ ചിന്തയൊക്കെ അതിനനുസരിച്ചിട്ടായിരിക്കും. ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഐ ഫീൽ ഇറ്റ്സ് ഹയർ. അത് എവിടുന്നോ നമുക്ക് തോന്നുകയാണ് ഇത് കറക്റ്റായിരിക്കും. സ്പെഷ്യലി ഞാൻ ഉള്ള ജോലിയിൽ ആദ്യത്തെ ഇത് തന്നെ ഇതാണല്ലോ, ഈ കഥ ആളുകൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഇതാണല്ലോ നമുക്ക് ആദ്യം ഉണ്ടാകുന്നത് തോന്നലാണല്ലോ. ഈ സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ടായിരിക്കും, ഈ ആക്ടർ അഭിനയിച്ച ഇത് നന്നാവുമായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടല്ലോ. എല്ലാം തോന്നലുകൾ ബേസ് ചെയ്തിട്ടല്ലേ. അപ്പോൾ ഇൻറ്റ്യൂഷനിൽ ബിലീവ് ചെയ്യുന്നുണ്ട്. ഡെസ്റ്റിനി എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിതിനു മുമ്പ് സംസാരിച്ചതും ഈ ഇന്നത്തെ ഒരു കോൺവെർസേഷൻ നടക്കുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ ഫോൺ കോൾ വിനീത്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഇൻ്റർവ്യൂസ് ചെയ്തിട്ടും പല ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോഴും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് വേറൊരു വ്യക്തി, ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തി, ആൻഡ് ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് ആൻഡ് റിഗാർഡ് ഫോർ യു വിനീത്, ആൻഡ് യു കോൾ അപ്പ് ആൻഡ് യു ആസ്ക് മീ about the interview and you talk to me about the interview. നമ്മുടെ ടോവിയുടെ ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. എന്തുകൊണ്ടാണ് അത് ചെയ്തത്? തന്നെ എനിക്ക് ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ടോവിയുടെ ബ്രദറിനെ കാണാൻ തോന്നി. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ടോവിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട്, നമ്മൾ സംസാരിക്കാറുണ്ട്. ബേസിയുടെ കട്ട കമ്പനിയാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരിതുണ്ട്. പല സമയത്തും നമ്മൾ അങ്ങനെ ഫോണിൽ സംസാരിക്കാറുണ്ട്. പിന്നെ സിനിമയുടെ പ്രൊമോഷനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടോവി ഇതൊന്ന് ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനും ഷെയർ ചെയ്യും. അവൻ്റെ എന്തെങ്കിലും പടം വരുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യും. അങ്ങനെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും സ്നേഹമൊക്കെ ഉണ്ട്. അല്ലാണ്ട് എനിക്ക് ടോവിനെ അറിയില്ല. കോമൺ ഫ്രണ്ട്സ് വഴി അറിയുന്നതും ഇങ്ങനെയുള്ളതും അല്ലാണ്ട് പേഴ്സണലി ഒന്നും അറിയില്ല. പക്ഷേ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ടോവിയുടെ ബ്രദറിനെയൊക്കെ ഒന്ന് കാണാൻ തോന്നി. ഞാൻ ടോവിനെ വിളിച്ചു. ടോവിനെ വിളിച്ചിട്ട് ഞാൻ എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിൻ്റെ വീട്ടിലേക്കൊക്കെ വരാൻ തോന്നി. ഈ കിളികളും കുറേ പക്ഷികളും കാടും ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ. ഭയങ്കര സുഖത്തിൽ ടോവിയും സംസാരിച്ച പോലെ, അവനും നല്ല മൂഡിലിരുന്ന് സംസാരിച്ച പോലെ തോന്നി എനിക്ക്. അത് എനിവേ താങ്ക്സ് ഫോർ ദാറ്റ്. കാരണം ഒരു പക്ഷേ ആ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഐ വുഡ് നോട്ട് ഹാവ് ഹാഡ് ദ കറേജ് ടു ഇൻവൈറ്റ് യു ഓൺ ദ ഷോ. ആൻഡ് നമ്മൾ ഇതിനു മുമ്പ് 5 വർഷം മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്തതാണ് ഒരു ഇൻ്റർവ്യൂ, അന്നും നടന്നില്ല. പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് ആദ്യം മീറ്റ് ചെയ്തത് ഒരു ഇൻ്റർവ്യൂവിൽ തന്നെയാണ്, ചാപ്പാക്കുരിശ്. ആ ഒരു ടോക്ക് ഷോയിലാണ് ഞാൻ ആദ്യമായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ യൂട്യൂബിൽ റെക്കമെൻഡേഷൻസിൽ ആ ചാപ്പാക്കുരിശിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കാണുകയും ആൻഡ് ഐ വാസ് വെരി അമ്യൂസ്ഡ്. ഞാനത് വിനീതിന് ഷെയർ ചെയ്യുകയും ചെയ്യും. ആൻഡ് ദിസ് കോൺവെർസേഷൻ ഇസ് ഹാപ്പനിങ്. ഐ എം ജസ്റ്റ് സോ ഗ്ലാഡ് ദാറ്റ് യു കോൾ മീ ദാറ്റ് ഡേ. താങ്ക് യു ഫോർ കോളിംഗ്. ലാസ്റ്റ് കാർഡ്, ഐ വിൽ നോട്ട് ട്രബിൾ യു ഫർദർ. ഇന്റൻസ്. വാവ്. ഇതിനെ പറ്റിട്ട് എന്താ പറയുക? ഇതാണ് ടോവിക്ക് വന്ന കാർഡ്. ഓഹോ, ഇന്റൻസ്. അവിടെയാണ് ഹി സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ഹിസ് ഫാമിലി. ഇൻട്രസ്റ്റിംഗ് അല്ലേ? കുറേ കാര്യങ്ങളുണ്ട് ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതെല്ലാം അല്ലേ, ബിക്കോസ് യുവർ എ പേരൻറ്റ് യു ഓൾസോ നോ. അപ്പോൾ അതെല്ലാം എല്ലാ കാര്യങ്ങളും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അവരൊരു ഇപ്പോൾ ഒരു അക്ഷരം വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ. ദിവ്യ ഇങ്ങനെ എന്നെ കളിയാക്കും, ഇവള് ഭയങ്കരമായിട്ട്. ഞാൻ എൻ്റെ മോൻ മലയാളമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാകും. കാരണം ഇവർ ഈ യൂട്യൂബൊക്കെ കണ്ടിട്ട് ഫുൾ ടൈം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇവരെപ്പോഴാണ് മലയാളം പറയാമെന്ന് എനിക്കിങ്ങനെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ മക്കൾ മലയാളം, ഇപ്പോൾ അജുവിൻ്റെ കുട്ടികളും ഒക്കെ ആയിട്ട് കമ്പനി ആയപ്പോൾ
അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളത്തിലൊക്കെ പറയുമ്പോൾ എനിക്കിങ്ങനെ ഉള്ളിലിങ്ങനെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ദിവ്യ ഇങ്ങനെ കണ്ട 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 വിനീതിനെ കണ്ട കണ്ട അവനെ കണ്ട കളിയാക്കോള്. ഞാൻ കട്ട് ടു 14 years later ഒരു ടീനേജർ സൺ, Dad, you're very boring. You want me to speak in my... ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറയാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എനിക്ക് വേറൊന്നുമില്ല, അവർ മലയാളം അറിയണം, പഠിക്കണം. അത് നമ്മൾ കുത്തിപ്പഠിപ്പിച്ചിട്ടല്ല, അല്ലാതെ അവർ തന്നെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് മലയാളം പഠിക്കുകയും സംസാരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷമാണ്. ഞാനായിട്ട് ഫോഴ്സ് ചെയ്യരുതെന്നുണ്ട് എനിക്ക്. കാരണം നമ്മളെ ഒരു സാധനത്തിലേക്ക് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ സ്വഭാവം വെച്ച് ഒരാൾ എന്നെ ഒരു സാധനം ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിലേക്ക് പോകാനേ തോന്നുന്നില്ല. എൻ്റെ മക്കൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. എന്നാലും ഞാനിങ്ങനെ അവർ മലയാളം തെറ്റിച്ച് പറയുമ്പോൾ അതങ്ങനെയല്ല, അത് ഇങ്ങനെ എന്നൊക്കെ പതുക്കെ പതുക്കെ ആരും അറിയാതെ മലയാളം സിനിമകളൊക്കെ കാണിച്ചു കൊടുക്കുകയും മലയാളം പുസ്തകങ്ങളൊന്നും കാണിച്ചു കൊടുക്കാതിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മെല്ലെ അതിലേക്ക് കൊണ്ടുവരണം, നോക്കൂ, സ്ട്രാറ്റജൈസ് ചെയ്യണം. യുനോ വിനീത്, ആ ഒരു മൂവി ഹൃദയത്തിൻ്റെ എൻഡിൽ പറയുന്നുണ്ട്, ഓൺ ദ വാൾ, അതിൽ പറയുന്നത് താങ്ക് യു ഫോർ മേക്കിംഗ് മീ ഹൂ ഐ ആം. ആ ഒരു ലൈൻ ഞാൻ വിനീതിൻ്റെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്ത, ഐ എം ലീവിങ് ഔട്ട് യുവർ പേരൻസ്, ദിവ്യ ഇത്രയും വലിയൊരു പാട്ടാണ്. യുനോ എവറിബഡി എൽസ് ഒരു ഫാമിലി ക്ലോസ് നെറ്റ് എന്നാണെങ്കിൽ, ഇസ് എ സംബഡി ഇൻ യുവർ ലൈഫ്, കുട്ടിക്കാലത്തു നിന്നോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തു നിന്നോ ലൈഫിലെത്തി ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇന്ന് വിനീത് ഇന്ന് എവിടെയാണോ, ഡു യു ഹാവ് സംബഡി ടു സേ താങ്ക് യു ടു? ഇതിൽ ആ താങ്ക് യു ഫോർ മേക്കിംഗ് മീ ഹൂ ഐ ആം എന്നുള്ള ലൈൻ എൻ്റെ അല്ല കേട്ടോ, ആ ദിവ്യയുടെ ലൈനാണ്. ഞാൻ അതിന് പകരം വേറെന്തോ ആണ് എഴുതിയിരുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു ഇതിനൊരു സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ പിന്നെ എന്താ എഴുതുകയെന്ന്. താങ്ക് യു ഫോർ മേക്കിംഗ് മീ ഹൂ ഐ ആം എന്ന് എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. അത്ര സിമ്പിളായിട്ട് അവളങ്ങ് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അത് മാറ്റിയതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ സിനിമേനെ പറ്റി കുറേ സംസാരിച്ചുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ശ്യാമള ടീച്ചറുണ്ട്, റാണി ജെ ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ട് നിർമ്മലേരിയിലുള്ള കൂത്തുപറമ്പിനടുത്തുള്ള ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഇടയ്ക്ക് അവിടെ പോയിരുന്നു അല്ലേ? ആ അതെ, ഇപ്പം അടുത്ത് ഞാൻ പോയിരുന്നു. അപ്പോൾ ശ്യാമള ടീച്ചർ 8th or 9th പഠിക്കുന്ന സമയത്ത് എന്തോ ഒരു സാധനത്തിനെ പറ്റിയിട്ട്, ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു എസ്സേ എഴുതാൻ ഉള്ളൊരു ക്വസ്റ്റ്യൻ വന്ന് ഞാനത് എഴുതി. അപ്പോൾ ഞാനത് എഴുതി കഴിഞ്ഞിട്ട് ടീച്ചർക്ക് ആ എസ്സേ ഇഷ്ടപ്പെട്ടു. അത് മൊത്തം നമ്മുടെ ഇഷ്ടത്തിന് എഴുതാനുള്ള ഒരു സംഗതിയാണ്, പഠിച്ചത് എഴുതുന്ന പോലെയല്ല, നേച്ചറിനെ പറ്റിയിട്ടോ അങ്ങനെ എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഫുൾ എഴുതിയിട്ട് ശ്യാമള ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് അത് വായിച്ചു. ശ്യാമള ടീച്ചർ പറഞ്ഞു വിനീതിൻ്റെ എസ്സേ ഐ വാണ്ട് യു ടു റീഡ് ഇറ്റ് ഔട്ട് ടു ദ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എന്നോട് വായിക്കാൻ പറഞ്ഞു. അപ്പം ഞാനത് വായിച്ചു. ടീച്ചർ അത് 10th Bയിലും 10th Cയിലും പോയിട്ട് വായിച്ചു ഇത്. അപ്പോൾ എവിടെയോ നമ്മൾ എഴുതുന്നത് എന്നൊരു അപ്രീസിയേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയ ഒരു 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 സംഭവമാണത്. ശ്യാമള ടീച്ചറോട് നന്ദി പറയണം എനിക്ക്. താങ്ക് യു ഫോർ മേക്കിംഗ് മീ ഹൂ ഐ ആം. ഇറ്റ്സ് സോ മെനി പീപ്പിൾ ആക്ച്വലി. എന്നെ മ്യൂസിക് പഠിപ്പിച്ച ബാലമാഷ്, എന്നെ മാപ്പിളപ്പാട്ട് പഠിപ്പിച്ച ചാന്ദ് പാഷാഭായി, രണ്ടുപേരും ഇല്ല ഇപ്പോൾ, രണ്ടുപേരും ഇല്ല. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. കൂത്തുപറമ്പിൽ നിന്നൊക്കെയുള്ള ഒരു ബറ്റാലിയൻ ആൾക്കാരുണ്ട്. പിന്നെ ചെന്നൈയിൽ ഞാൻ വന്നു കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്ത കുറേ ആളുകളുണ്ട്. പല സ്റ്റേജിൽ നമ്മുടെ സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർ, കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ ശ്യാമള ടീച്ചർ പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞു. Anyway, I hope Shyamala teacher is hearing you. I hope. As a last question, I am എന്നാണല്ലോ ഷോയിൻ്റെ ടൈറ്റിൽ. അപ്പോൾ I am ഞാനൊരു ഡാഷ് ഇട്ടാൽ വിനീത്, പ്രൊഫഷണൽ ആയിട്ടുള്ള റോൾസ് എല്ലാം മാറ്റി വെച്ചാൽ, വാട്ട് ഈസ് ദ ഫസ്റ്റ് വേർഡ്? വളരെ പവർഫുൾ ആയിട്ടുള്ള 2 വേർഡ്സ് ആണ് I am. അതിൻ്റെ കൂടെ ഒരു ഡാഷും കൂടി ഇട്ടാൽ, വാട്ട് ഈസ് ദാറ്റ് വേർഡ് യു വിൽ യൂസ് ദേ? I'm a work in progress. ഞാൻ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ വർക്ക് ഇൻ പ്രോഗ്രസ് ഇങ്ങനെ തന്നെ നന്നായിട്ട് മുന്നോട്ട് നടക്കട്ടെ. താങ്ക് യു. ഞാൻ പാട്ട് പാടിപ്പിച്ചില്ല ഇത്തവണ, അടുത്ത തവണ പാട്ട് പാടിപ്പിക്കും, പ്രോമിസ്. Definitely. But thanks so much. Thank you. It was lovely talking to you.